എൻ്റെയൊക്കെ ബാല്യകാലത്തിൽ അന്ന് ഈ കോൺക്രീറ്റ് ഒന്നുമില്ല, ഇത്രയും മണപ്പുറമായിരുന്നു. പക്ഷെ വെള്ളം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ തറ വരെയും കാണാൻ പറ്റാത്ത രീതിയിൽ മണൽ വന്ന് മൂടുമായിരുന്നു. എന്നിട്ട് ഞങ്ങളൊക്കെ കൂടി ചേർന്നിട്ടാണ് ഈ മണൽ മാറ്റി ഭഗവാന്റെ തറ വരെയും വെളിയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ഒരു വശത്ത് മാത്രമാണ് ഈ ഒഴുക്കിൻ്റെ ഇതിൽ മണൽ വന്ന് കൂടുകയും മറുവശത്ത് അഗാധമായ കുഴിയുമായിരിക്കും. ആ കുഴിയുള്ള സ്ഥലം പരിശോധിച്ചു കഴിഞ്ഞാൽ തനി വെട്ടുകല്ലാണ് ഇതിൻ്റെ താഴെ കാണുന്നത്. അത് വളരെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. ഭഗവാന്റെ ഈ സ്വയംഭുവാണ്. ഇത് പണിയുന്ന സമയത്ത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് പറയുന്നത്. ആലുവ മഹാദേവർ ക്ഷേത്രം നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ക്ഷേത്രമാണ്. പണ്ട് ഇത് 4 കുടുംബക്കാർ ഭരിച്ചിരുന്ന ക്ഷേത്രമായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വന്നതിന് ശേഷം ഈ ക്ഷേത്രം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഈ ഒരു 40 കൊല്ലം മുമ്പ് വരെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രമാണെങ്കിലും ഇത് PD ദേവസ്വമായിട്ടാണ് മാറിയിരുന്നത്. ഫുള്ളായിട്ടും ദേവസ്വം ബോർഡിലേക്കല്ല, പ്രൈവറ്റ് ഡിപ്പോസിറ്റ് ആയിട്ട് ആണ് 40 കൊല്ലം മുമ്പ് ഒരു നടന്നുകൊണ്ടിരുന്നത്. ഇന്നത്തെ സ്ഥിതി എന്ന് വെച്ചാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സംസ്ഥാന ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ നാലാമത്തെ വരവിൽ 4ാം സ്ഥാനമുള്ള ക്ഷേത്രമാണ് ആലുവ മഹാദേവ ക്ഷേത്രം. പറവൂർ ഗ്രൂപ്പിൽ ഇത് 1ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇവിടെ ഈ താഴെ ഇപ്പം നാം നിൽക്കുന്ന ഈ സ്ഥലത്ത്, അത് സ്വയംഭുള്ള സ്ഥലത്ത് 3 മാസക്കാലത്തോളമാണ് ഇവിടെ പൂജകളുള്ളത്. മകരവിളക്കിൻ്റെ അന്ന് പൂജയ്ക്ക് വേണ്ടിയിട്ട് തടമ്പ് സൂക്ഷിക്കുന്നത് മുകളിലാണ്. ആ മുകളിൽ നിന്ന് ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് ഇവിടെ കൊണ്ടുവരും. അതിനുശേഷം ഇവിടെ ദീപാരാധനയും നിത്യപൂജയും ഉണ്ടാവും. പിന്നെ വിഷുവിളക്കിൻ്റെ അന്ന്, അത് മേടം 1-ന് ഇത് തിരിച്ച് മുകളിലേക്ക് കൊണ്ടുപോകും. അത് വിഷുവിളക്ക് എഴുന്നള്ളിപ്പ് വിഷുവിളക്കായിട്ട് നടത്തും. അത് കഴിഞ്ഞാൽ പിന്നെ 2 നേരവും നേദ്യം മാത്രമാണ് നടത്തുന്നത്. അത് തടുപ്പ് താഴേക്ക് കൊണ്ടുവന്ന് നേദ്യം നടത്തും, വീണ്ടും മുകളിലേക്ക് കൊണ്ടുപോകും. ക്ഷേത്രത്തെ സംബന്ധിച്ച് 5 വിളക്കാണുള്ളത്. 1 മകരവിളക്ക്, 2 ശിവരാത്രി വിളക്ക്, 3 കൊടിപ്പുറത്ത് വിളക്ക്, 4 ഉത്രവിളക്ക്, 5 വിഷുവിളക്ക്. ഈ 5 വിളക്കും തൊഴുതു കഴിഞ്ഞാൽ മോക്ഷം കിട്ടുമെന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൽ സ്വയംഭുവാണ്. എൻ്റെയൊക്കെ ബാല്യകാലത്തിൽ അന്ന് ഈ കോൺക്രീറ്റ് ഒന്നുമില്ല, ഇത്രയും മണപ്പുറമായിരുന്നു. പക്ഷെ വെള്ളം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ തറ വരെയും കാണാൻ പറ്റാത്ത രീതിയിൽ മണൽ വന്ന് മൂടുമായിരുന്നു. എന്നിട്ട് ഞങ്ങളൊക്കെ കൂടി ചേർന്നിട്ടാണ് ഈ മണൽ മാറ്റി ഭഗവാന്റെ തറ വരെയും വെളിയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ഒരു വശത്ത് മാത്രമാണ് ഈ ഒഴുക്കിൻ്റെ ഇതിൽ മണൽ വന്ന് കൂടുകയും മറുവശത്ത് അഗാധമായ കുഴിയുമായിരിക്കും. ആ കുഴിയുള്ള സ്ഥലം പരിശോധിച്ചു കഴിഞ്ഞാൽ തനി വെട്ടുകല്ലാണ് ഇതിൻ്റെ താഴെ കാണുന്നത്. കരിങ്കല്ല് വെച്ചാണ് മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിലും നമുക്ക് ഒരു 6-7 അടി താഴേക്ക് പോയി കഴിഞ്ഞാൽ തനി വെട്ടുകല്ല് നല്ല നീളം കൂടിയ വെട്ടുകല്ലാണ് ഇതിൻ്റെ അടിയിൽ നിൽക്കുന്നത്. അത് വളരെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. ഭഗവാന്റെ ഈ സ്വയംഭുവാണ്. ഇത് പണിയുന്ന സമയത്ത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും ഈ ഉത്സവത്തിന്റെ കാര്യങ്ങളായിട്ട് വരുന്ന സമയത്താണ് ഈ അമ്പലം ചുറ്റും കെട്ടി ഇങ്ങനെ ദീപാരാധനയും മറ്റും നടത്തുന്നത്. ക്ഷേത്രത്തിലെ ഭരണം നോക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണെങ്കിലും ഈ വരുന്ന ഉത്സവങ്ങൾ മുഴുവനും ശിവരാത്രിയുടെ വ്യാപാരമേളയോ അല്ലെങ്കിൽ ശിവരാത്രിയുടെ മറ്റു കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളത് ഉപദേശ സമിതിയാണ് ചെയ്യുന്നത്. ഉപദേശ സമിതി ദേവസ്വം ബോർഡ് അംഗീകരിച്ചിട്ടുള്ള ഉപദേശ സമിതിയാണ്. അത് 13 അംഗങ്ങളുണ്ട്. അവരെ മുൻനിർത്തി നാട്ടുകാരുടെ സഹകരണം കൊണ്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആലുവ മഹാദേവ ക്ഷേത്രം വളരെ ശക്തിയുള്ള ദേവനും ശക്തിയുള്ള ക്ഷേത്രവുമാണ്. മറ്റൊരു കേസെന്ന് വെച്ചാൽ മഹാദേവന്റെ ശിവലിംഗം നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ആ പീഠത്തുമേ ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് മുകളിലേക്ക് കാണാൻ സാധിക്കുള്ളൂ. അതിനു മുമ്പ് എൻ്റെയൊക്കെ അമ്മൂമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളത് 1999 വെള്ളപ്പൊക്കം, അതായത് 1925 കാലഘട്ടത്തിലെ വെള്ളപ്പൊക്കത്തിൽ ഈ തുരുത്ത് ഭാഗത്തു നിന്നാണ് ഈ ഓട് കയറ്റിയ
വള്ളങ്ങൾ പോകാറ്. അന്ന് മുഴുവനും വള്ളങ്ങളിലാണ് സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. അന്ന് ഒരു വള്ളം ഭഗവാന്റെ ആ ലിംഗത്തുമേ ഇടിച്ചിട്ട് വള്ളം പൊളിഞ്ഞു പോവുകയും ആ സമയത്ത് അത് അടന്നു പോവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അന്ന് മുതൽ ആ ശിവലിംഗം ഇപ്പോൾ ഉള്ള മാതിരി തന്നെ 1.5 ഇഞ്ച് പൊക്കം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതിനു മുമ്പ് പൂർണ്ണ രൂപത്തിലുള്ള ശിവലിംഗം ആയിരുന്നു എന്നുള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഏതായാലും ആലുവ മഹാദേവ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇതിലാണെങ്കിലും പുരോഗതി ദേവസ്വം ബോർഡും നടത്തുന്നുണ്ട്. അത് 108 ക്ഷേത്രങ്ങളിൽ ഉൾപ്പെട്ട ഒരു ക്ഷേത്രമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അറിവ്. പിന്നെ ഈ പറഞ്ഞ ആലുവ മഹാദേവ ക്ഷേത്രവും തൊട്ടടുത്തുള്ള കടുങ്ങല്ലൂർ ക്ഷേത്രവും തിരുവാലൂർ ക്ഷേത്രവും ഒരു ദിവസം, അത് മകരമാസത്തിലാണ്, മകരമാസത്തിൽ പോയി തൊഴുതു കഴിഞ്ഞാൽ പുണ്യം കിട്ടും എന്നുള്ളതാണ് ജനങ്ങളുടെ നിഗമനം.